ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർസ് 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും വിൽക്കപ്പെടുന്ന വണ്ടിയായ XUV 700 ആയിട്ടാണ്. വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ കൊടുക്കുന്ന പൈസക്ക് മുതലാണ് XUV 700. എൻജിൻ ഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് എൻജിനുകളാണ് XUV 700ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 2000 cc ഉള്ള 4 സിലിണ്ടർ അടങ്ങിയ എൻജിനാണ്. 197 bhp പവറും 350 Nm ടോർക്കുമുള്ള ടർബോ ചാർജർ എഞ്ചിനാണ് ഒന്നാമത്തത്. ഇതിന് 13 കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. രണ്ടാമത്തെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 2184 cc 4 സിലിണ്ടർ എഞ്ചിനാണ് അതിന് വരുന്നത്. 152 bhp പവറും 420 Nm ടോർക്കുമുള്ള ടർബോ ചാർജർ എഞ്ചിനുമാണ് ഈ വണ്ടിക്കുള്ളത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതിനോട് ചേർന്ന് വരുന്ന വളരെ ഭംഗിയായിട്ടുള്ള DRLും കാണാം. അതിന് താഴെയായി ഹാലോജൻ ഫോഗ് ലൈറ്റും ഉണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സ്, ഫോളോ മീ ഹോം ഹെഡ് ലാമ്പ്, കോർണറിംഗ് ലൈറ്റ് എന്നിങ്ങനെയെല്ലാം വരുന്നുണ്ട്. പിന്നെ ഗ്രില്ലിൻ്റെ നടുവിലായി മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഗോയും ക്രമീകരിച്ചിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ വലിയ വീലാർച്ചും 18 ഇഞ്ച് അലോയ് വീൽസും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വീൽ ഡിസ്ക് ബ്രേക്കും ആണ് വരുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ വളരെ ആകർഷകമായ LED ടെയിൽ ലൈറ്റും റിയർ വൈപ്പറും ഡീഫോഗറും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ താഴെയായി വളരെ ഭംഗിയുള്ള സ്കഫ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ വളരെ ലക്ഷറി ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് XUV 700ക്ക് മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. അതിന് കാരണം ടച്ച് സ്ക്രീനിൽ നിന്ന് തുടങ്ങി ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരെ നീണ്ടു നിൽക്കുന്ന വലിയ സ്ക്രീനാണ്. 10.25 ഇഞ്ച് വലിപ്പമുള്ള ടച്ച് സ്ക്രീനാണ് XUVക്കുള്ളത്. സോണിയുടെ 12 സ്പീക്കറിൻ്റെ അതിഗംഭീരമായ മ്യൂസിക് സിസ്റ്റവും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ചാർജർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ്, കൂൾഡ് ഗ്ലോ ബോക്സ് എന്നിവയും ഇതിൽ അവൈലബിൾ ആണ്. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ വളരെ ഭംഗിയുള്ള വെള്ള നിറത്തിലുള്ള സീറ്റുകളാണ് വരുന്നത്. അവിടെ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഒരു ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റുമാണുള്ളത്. പിന്നെ റിയർ AC വെൻ്റ്, ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ എന്നിവയൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ റിയർ സീറ്റ് 60-40 സ്പ്ലിറ്റും തേർഡ് റോ 50-50 സ്പ്ലിറ്റുമായിട്ടാണ് ഇതിൻ്റെ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. തേർഡ് റോയെ പറ്റി പറയുകയാണെങ്കിൽ ആവശ്യത്തിന് ലെഗ് സ്പേസും ഹെഡ് റൂമും ഒക്കെ വരുന്നുണ്ട്. പിന്നെ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഉണ്ട്. പിന്നെ 2 സീറ്റിൻ്റെയും സൈഡുകളിലായി 2 കപ്പ് ഹോൾഡറും ഉണ്ട്. സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 7 എയർ ബാഗാണ് ഇതിനുള്ളത്. എമർജൻസി ബ്രേക്ക് ലൈറ്റ്, FCW, AEW, ഹൈ ബീം അസിസ്റ്റ്, റിയർ ക്രോസ് ട്രാഫിക് അസിസ്റ്റും ഒക്കെയുള്ള XUV 700ക്ക് ക്രാഷ് ടെസ്റ്റിൽ NCAP റേറ്റിംഗ് 5 സ്റ്റാർ ആണ്. പിന്നെ വീതിയും നീളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 4695 മില്ലിമീറ്റർ നീളവും 1890 മില്ലിമീറ്റർ വീതിയും 1755 mm ഹൈറ്റും 2750 mm വീൽ ബേസുമാണ് XUV 700ക്കുള്ളത്. 46 വേരിയൻറ്റുകളിലായിട്ടാണ് XUV 700 അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയൊക്കെ ഉള്ള XUV 700ക്ക് 13.99 ലക്ഷം മുതൽ 26.99 ലക്ഷം വരെയാണ് എക്സ്ഷോറൂം വില വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയൊക്കെ നല്ല വണ്ടി ഈ പ്രൈസ് റേഞ്ചിൽ ഇല്ല എന്നാണ്. ഈ പ്രൈസിന് കിട്ടാവുന്ന ഏറ്റവും നല്ല എൻജിൻ തന്നെ മഹീന്ദ്ര XUV 700ക്ക് നൽകിയിട്ടുണ്ട്. വളരെ ഗംഭീരമായ പെർഫോമൻസ് തന്നെയാണ് ഈ വണ്ടി കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് XUV 700യെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.